പൊതുമേഖലാ സ്ഥാപനമായ അനേർട്ട് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൽ ക്രമക്കേട് നടത്തിയെന്ന റിപ്പോർട്ടർ വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. സ്മാർട്ട് സിറ്റി, PM കുസും, അട്ടപ്പാടിയിൽ പ്ലാന്റ് സ്ഥാപിച്ച പദ്ധതി, ഇവയിലെല്ലാം വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. നിയമസഭാ രേഖകൾ സഹിതമുള്ള തെളിവുകൾ പുറത്തുവന്നിട്ടും അനേർട്ട് CEO നരേന്ദ്രനാഥ് വേലൂരി അതേ സ്ഥാനത്ത് തുടരുകയാണ്. മന്ത്രി കൃഷ്ണൻകുട്ടി പ്രഖ്യാപിച്ച അന്വേഷണവും എങ്ങും എത്തിയില്ല. TV പ്രസാദാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. നമുക്കിപ്പം TV പ്രസാദ് ചേരുന്നുണ്ട്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വീണ്ടും ഒരിക്കൽ കൂടി സോളാർ എന്ന് കേൾക്കുകയാണ്. ഇത്തവണ കേരളം ഞെട്ടാത്തത് അപ്പുറത്തൊരു സോളാർ നായികയില്ല, പകരം സോളാർ വില്ലന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണോ? എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ വീണ്ടും സോളാറിന്റെ പേരിൽ? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒന്നും രണ്ടുമല്ല, പരമ്പരയായി പലതവണ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. നമ്മൾ തുടങ്ങിയത് സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചതാണ്. സോളാറിന്റെ ചൂട് വീണ്ടും പൊള്ളുകയാണ്. ഒരു പരിചയവുമില്ലാത്ത ഒരു IFS ഉദ്യോഗസ്ഥനാണ് അനേർട്ടിന്റെ CEO. അതങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തിനാണ് ഒരു IFS ഉദ്യോഗസ്ഥനെ CEO ആക്കി അനേർട്ടിൽ നിയമിച്ചത് എന്നുള്ളതിന്റെ മറുപടിയാണോ ഈ പൊങ്ങി വരുന്ന ക്രമക്കേടുകൾ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, അന്ന് നമ്മൾ രേഖാസഹിതമാണ് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചത്. ടെൻഡറിൽ വ്യാപക ക്രമക്കേടാണ് എന്ന് നിയമസഭാ രേഖകൾ വെച്ചിട്ടാണ് സ്മാർട്ട് സിറ്റിയിൽ നമ്മൾ പറഞ്ഞത്. അതുതന്നെയാണ് PM കുസുമിലും നമ്മൾ പറഞ്ഞത്. അട്ടപ്പാടിയിലും ഉയർന്നു വന്നത് അതേ ആരോപണങ്ങളായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ രമേശ് ചെന്നിത്തല ആ വിഷയം വളരെ സജീവമായി എടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. നമ്മൾ പുറത്തുവിട്ട വാർത്തകൾ, അത് രേഖകൾ സഹിതം രമേശ് ചെന്നിത്തല ഇപ്പോൾ തുറന്നു പറയുകയാണ്. യഥാർത്ഥത്തിൽ ആളുകൾ ചിന്തിക്കും, എന്താണ് ഈ ടെൻഡറിലെ ക്രമക്കേട് എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതികളെല്ലാം കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന പദ്ധതിയാണ്. കേന്ദ്ര പാരമ്പര്യേതര ഊർജ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ സംസ്ഥാനത്ത് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേരളത്തിലെ നോഡൽ ഏജൻസിയായ അനേർട്ടിന് കഴിയുകയുള്ളൂ. പക്ഷേ അരുൺ, അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്രം പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം തൃണവൽ ഗണിച്ചുകൊണ്ടാണ് ഇവിടെ ടെൻഡർ നടപടികൾ പൂർണ്ണമായും പുരോഗമിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 36,000 രൂപയ്ക്ക് 1 കിലോവാട്ടിന്റെ പ്ലാന്റ് സ്ഥാപിക്കാനാണ് കേന്ദ്രം പറഞ്ഞതെങ്കിൽ ഇവിടെ RCCയിൽ അവർ സ്ഥാപിച്ചിരിക്കുന്നത് 64,000 രൂപയ്ക്കാണ്. ടൈറ്റാനിയത്തിൽ ഇതുപോലെ ഇരട്ടിയോളം തുകയ്ക്കാണ് ടൈറ്റാനിയത്തിൽ പ്ലാന്റ് സ്ഥാപിച്ചത്. അതിന് ഒരു കയ്യും കണക്കുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പർച്ചേസ് മാനേജർ പരസ്യമായി റിപ്പോർട്ടറിലൂടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. താൻ ആ ഫയലുകൾ കണ്ടിട്ടില്ല, തന്നെ അതിൽ ഇടപെടിയിച്ചില്ല. ഈ അനേർട്ടിൽ മുഴുവൻ ചെയ്യുന്നത് 89 ദിവസത്തേക്ക് ജോലിയിൽ പ്രവേശിക്കുന്ന താൽക്കാലികക്കാരെ വെച്ചാണ് ഈ 100 കോടിയും 240 കോടിയും ഒക്കെ വരുന്ന പദ്ധതി ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ട്, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വന്ന് അയാളെ ഫയൽ തൊടിയിക്കില്ല, പർച്ചേസ് മാനേജർ തെളിയിക്കില്ല. ഈ കാര്യം നമ്മൾ അനേർട്ടിന്റെ സിഇയോട് തന്നെ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന മറുപടിയാണ് അന്ന് അനേർട്ടിന്റെ സിഇഒ ആയ നരേന്ദ്രനാഥ് വെല്ലൂരി പറയുന്നത്. അതിനർത്ഥം അരുൺ, നരേന്ദ്രനാഥ് വെല്ലൂരിക്ക് വലിയ പിടിപാടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് പോലെ കൃഷ്ണൻകുട്ടിയാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇനിയിപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന മന്ത്രിയാണോ നരേന്ദ്ര വേലൂരിക്ക് ഈ ഒരു പവർ നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാനിപ്പോൾ പറഞ്ഞ സ്മാർട്ട് സിറ്റി മാത്രമല്ല അരുൺ, അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചതിൽ വലിയ ക്രമക്കേടാണ് ഉണ്ടായത്. അതിലിപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം എങ്ങും എത്തിയില്ല. നമ്മൾ കൊണ്ടുവന്ന PM കുസും കർഷകർക്ക് അവരുടെ മോട്ടോറുകൾക്കുള്ള വൈദ്യുതി അത് സൗജന്യമാണ്. ആ വൈദ്യുതി സോളാർ പ്ലാന്റ് വഴി കൊടുക്കുന്ന പദ്ധതിയാണ് PM കുസും. അതിലും ഒരു മാനദണ്ഡവുമില്ല. കോടികൾ വാരിയെറിയുന്നു, ഒരു കയ്യും കണക്കുമില്ല. ചട്ടം ലംഘിച്ച് 240 കോടിയുടെ ടെൻഡറാണ് അനേർട്ട് വിളിച്ചുകൂട്ടിയത്. നമ്മളെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് നമ്മളെ ശക്തിപ്പെടുത്താൻ കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയാണ്. ആ പരിപാടിയാണ് ഇപ്പോൾ വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. TV പ്രസാദാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 1, 2 3 പദ്ധതികളിലൂടെയാണ് ക്രമക്കേട് ഈ ടെൻഡറിൽ നടന്നത് എന്നതാണ് ആക്ഷേപം. തീർച്ചയായിട്ടും അതിലൊരു അന്വേഷണം വേണം. ഇല്ലെങ്കിൽ സോളാർ പോലെ വീണ്ടും പിന്നീട് കത്താൻ സാധ്യതയുണ്ട്. മസാല ഇല്ലാത്തത് കൊണ്ട് പലർക്കും അതിനകത്ത് വലിയ സാധ്യതയില്ല. മസാല ഉണ്ടെങ്കിലല്ലേ ആളുകൾക്ക് പലപ്പോഴും ഈ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ളൂ. യഥാർത്ഥത്തിലുള്ള തട്ടിപ്പുകൾ പുറത്തു വരുമ്പോൾ അതിനോട് നമ്മളുടെ പ്രതികരണം പലപ്പോഴും വിചിത്രമായ രീതിയിലാണ്.